അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നതേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഡോക്ടർ അംബേദ്കറിൻ്റെ സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി 1-2 തവണ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഡോക്ടർ അംബേദ്കറിൻ്റെ സ്റ്റാച്ചു. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇത് ഒരു 400 ക്രോസിൻ്റെ പ്രൊജക്റ്റാണെന്നാണ് പറയുന്നത്. ആണെന്നല്ല, അതാണ് സത്യം. അപ്പോൾ അതിന് കൂടുതലായിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. 175 ഫീറ്റാട്ടോ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതായത് ഈ അംബേദ്കർ ഉണ്ടല്ലോ, അതിൻ്റെ ഈ പ്രതിമ മാത്രം 175 ഫീറ്റാണ്. മൊത്തത്തിൽ 2 നോട്ട്, അതായത് അതിൻ്റെ ബേസ് തൊട്ടിട്ട് 206 ആണ്. ഭയങ്കര ഹൈറ്റാണ്. വിജയവാഡയിൽ ഏത് സ്ഥലത്ത് നിന്ന് നോക്കിയാലും ഇത് കാണാം. അപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ ഈ സൈഡിലൊക്കെ നല്ല രസമാട്ടോ, പില്ലേഴ്സൊക്കെ ആയിട്ട്. പിന്നെ ഈ സൈഡിലൊക്കെ ചുമരുകളിൽ ഇതുപോലെ ചരിത്രങ്ങളൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ആക്ച്വലി ഇതൊരു 5 മണിയൊക്കെ തൊട്ടിട്ട് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് പാർക്കിലേക്ക് വരുന്നവരുണ്ട്. ഇത് പുറത്ത് കാണുന്ന ഇത് ഈ പാർക്കിലേക്കൊക്കെ വരുന്നു. അന്ന് കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഈ പാർക്കിലൊക്കെ വന്നിരിക്കും, ഫോട്ടോസ് എടുക്കും. പിന്നെ ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇതുപോലെയൊന്നുമല്ല, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെയും കൊണ്ടുവരേണ്ട സ്ഥലമായതുകൊണ്ട് ഇതാ സ്കൂളിൽ നിന്ന് കണ്ടില്ലേ ട്രിപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ എന്താ പറയുക, അപ്പം അതിൻ്റെ ഉള്ളിലാണ് ഈ ചരിത്രം, അതായത് അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ ചരിത്രങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, ചെറുപ്പത്തിലെ ജാതി വിവേചനം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഉണ്ട്. അംബേദ്കർ ജാതി വിവേചനങ്ങളും അയിത്തത്തിനെതിരെ ശക്തമായിട്ട് പോരാടിയിട്ടുള്ള ആളാണ്. അതുപോലെ ഒരുപാട് നമുക്ക് പറഞ്ഞാലും തീരില്ല. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെയുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അപ്പം ഞാൻ ശബ്ദം ഉണ്ടാക്കാണ്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അതവർ പറയും, ഇതിൻ്റെ ഉള്ളിലേക്ക് കടമ്പോൾ ബഹളം അങ്ങനത്തെ സംഭവങ്ങളൊന്നും പാടില്ല. കാരണം ഒത്തിരി പേര് കാണാൻ വരുന്നതല്ല. 5 രൂപയായിട്ടാണ് ടിക്കറ്റിൻ്റെ ചാർജ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. കുട്ടികൾക്ക് പൈസ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ മോള് ബാക്കിൽ ഇരുന്ന് ബഹളം അടിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ എന്താ പറയുക, ഇതുപോലെ ഒറിജിനാലിറ്റി തോന്നുന്ന മെഴുക് ബൊമ്മകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് ഇതിനേക്കാളും ഫേവറേറ്റ് ആയിട്ടുള്ള അടുത്തതാണ്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു മനുഷ്യൻ ഇരിക്കുന്ന പോലെ തോന്നും. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കലാകാരന്മാരുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ഒത്തിരി പേർക്ക് ഈ പ്രൊജക്റ്റ് ഇവിടെ നടക്കുമ്പോൾ എൻ്റെ അമ്മയാണ് അതേ. അപ്പോൾ ഒത്തിരി പേർക്ക് ഇവിടെ ഈ പ്രൊജക്റ്റ് ഇവിടെ നടക്കുന്ന സമയത്തൊക്കെ ഒത്തിരി പേർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. ഇതുപോലെയൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ, എന്ത് ഒറിജിനാലിറ്റി ആയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ സാറിൻ്റെ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്ന വലിയ കഴിവ് തന്നെയാണ്. നമ്മളത് അംഗീകരിച്ച് തന്നെയേ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രൊജക്റ്റ് നടക്കുന്ന സമയത്ത് ഒത്തിരി പേർക്ക് ഇവിടെ പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ. അപ്പോൾ ഒരു ഷെഡൊക്കെ അടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. പണ്ട് ഇതൊരു ഗ്രൗണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിൽ വാക്കിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്തൊരു വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു. പിന്നീട് ഇതധികം വർഷമായിട്ടില്ല. പിന്നീട് ഇവിടെ ഇതുപോലൊരു സ്റ്റാച്ചു ഇവിടുത്തെ CM വിജയവാഡയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പോലെ കുട്ടികൾക്കുമൊക്കെ വേണ്ടിയിട്ട് ഇത് നിർമ്മിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് സെക്കൻഡ് 3rd വൺ. അപ്പോൾ ഇതൊരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ബൊമ്മയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്താ ഇതിനെ പറയുക, സ്റ്റാച്ചു ആണ്. എൻ്റെ മക്കൾ വന്നാൽ പറയും അംബേദ്കർ സാറിൻ്റെ ബൊമ്മ എന്നാണ് പറയുക. അപ്പോൾ അതുപോലെ പറയുകയാണ്, അദ്ദേഹത്തെ റെസ്പെക്റ്റ് ഇല്ലാണ്ട് പറയല്ല കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. നിങ്ങൾ നേരിട്ട് കാണുമ്പോഴാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ ചരിത്രങ്ങളും സത്യാഗ്രഹ അതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. തെലുഗുലും പ്ലസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. തെലുങ്ക് അറിയാത്തവർക്ക് ഇംഗ്ലീഷിൽ വായിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻഡ്. പിന്നെ കാണാൻ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇനി അടുത്തത് ഇതുപോലെ തന്നെ കുറേ സ്റ്റാച്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമായ പോലെ നമുക്ക് തോന്നുന്ന ഒരു രസമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇതുപോലെ ഒത്തിരി ഇത് കുറേ ഉണ്ട്. ഞങ്ങൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ഒതുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാടായി നിങ്ങൾ ആരും കാണില്ല, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ മൊത്തം കാണാതെ സ്കിപ്പ് ചെയ്ത് കാണുമെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, അപ്പം ഞാനും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. എനിക്കിവിടെ വന്ന് നിൽക്കുമ്പോഴേ അവരുടെ മുന്നേ അവരൊക്കെ ജീവനുള്ള പോലെ എനിക്ക് തോന്നും. അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഞാനെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഭയങ്കര ഒറിജിനാലിറ്റി ആട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. എന്ത് രസമാണെന്നറിയോ.
അത് വന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മസ്റ്റ് വിസിറ്റിംഗ് തന്നെയാണ്. കാരണം ഒരു തവണയെങ്കിലും കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പാരൻസിന് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഇനി പുറത്തേക്ക് ഇറങ്ങാം. ഇനി പാർക്കാണ്. ഈ പാർക്കിലുണ്ടല്ലോ, ഈ അംബേദ്കറിൻ്റെ ചരിത്രം അറിയാൻ വേണ്ടി മാത്രമല്ല, ഈ പാർക്കിൽ വൈകിട്ടായി കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായവരൊക്കെ വന്നിരുന്ന് ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് അങ്ങനെയൊക്കെ അവർ അവിടെ സമയം ചിലവഴിക്കണത് കാണാറുണ്ട്. ഈ ഇതുണ്ടല്ലോ, ഈ പീക്കോക്കിൻ്റെ വാല് ഇങ്ങനെ വന്നിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഇതിങ്ങനെ പർപ്പിൾ നിറത്തിലുള്ള പൂക്കളാട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ഇവർ ഭയങ്കരമായിട്ട് ഫ്ലവേഴ്സും പ്ലാന്റ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. ഇത് ഓപ്പണായ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഇവർ ഇതുപോലെയൊക്കെ ചെയ്ത് ഫ്ലവേഴ്സൊക്കെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷമാണ് ഇത് ഓപ്പൺ ആക്കിയത്. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ സമ്മർ ആയതുകൊണ്ട് എല്ലാം വാടിപ്പോയി, കണ്ടില്ലേ, കുറേയൊക്കെ പോയി. എന്നാലും കുഴപ്പമില്ല കേട്ടോ, അവർ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വൈകിട്ട് വരികയാണെങ്കിൽ ഒരു 7:30-8 മണിയൊക്കെ വരെ ഉണ്ടാവുള്ളൂ. ഇത് അപ്പോഴേക്കും ക്ലോസ് ആവും. അപ്പോൾ വൈകിട്ട് വരികയാണെങ്കിൽ എന്താ പറയുക, ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നിറയെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലവേഴ്സ്, നമ്മുടെ തെച്ചി, പല നിറത്തിലുള്ള തെച്ചിപ്പൂവ് കണ്ടില്ലേ, എന്ത് ഭംഗിയാണെന്നറിയോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊക്കെ നമുക്ക് അട്രാക്റ്റ് ആവും. ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ ഇഷ്ടമാണ്. വൈകിട്ട് വന്ന ഫുള്ള് ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ്. ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പച്ച, നീല, ചുവപ്പ്, പല നിറത്തിലുള്ള കളേഴ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. വീണ്ടും വീഡിയോ ആയിട്ട് കാണാം. ബൈ, സി യു.